ഒരു തുള്ളി രക്തം പോലും മാറ്റിവെക്കാതെ പൂർണ്ണമായി ചൊരിഞ്ഞവനെ, നിൻ സ്നേഹത്തിൻ ആഴവും നിൻ സ്നേഹത്തിൻ വീതിയും ആരാലും വർണ്ണിപ്പാൻ സാധ്യമല്ല, ആരാലും വർണ്ണിപ്പാൻ സാധ്യമല്ല. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിന്റെ പുസ്തകം 24-ാം അധ്യായം 1-ാമത് വാക്യം. സർവശക്തൻ ശിക്ഷാസമയങ്ങളെ നിയമിക്കാത്തതും അവൻ്റെ ഭക്തന്മാർ അവൻ്റെ വിസ്താര ദിവസങ്ങളെ കാണാതിരിക്കുന്നതും എന്ത്? ആഴമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് ഈ വാക്യത്തിനുള്ളിൽ കാണുവാൻ കഴിയുന്നത്. സകല മനുഷ്യനെയും ന്യായം വിധിക്കുന്ന ന്യായവിസ്താര സഭയുടെ മുൻപിൽ കൊണ്ടുവരുന്ന സർവശക്തിയുള്ള ദൈവം ആ ശിക്ഷയുടെ സമയത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്താത്തത് എന്താണ്? ഭക്തന്മാരുടെ ജീവിതത്തിൽ വിസ്താര ദിവസങ്ങളെ കാണാതിരിക്കുന്നതും എന്താണ് എന്ന ചോദ്യമാണ്. പ്രധാനമായിട്ടുള്ള രണ്ട് ആശയങ്ങൾ ഈ വാക്യങ്ങൾക്കുള്ളിലുണ്ട്. എപ്പോഴാണ് സർവശക്തിയുള്ള ദൈവം തൻ്റെ ജനത്തെ ചേർക്കുന്നത്? എപ്പോഴാണ് ശിക്ഷാവിധിയുടെ സമയമെന്ന് ദൈവം ബോധ്യപ്പെടുത്താത്ത സാഹചര്യത്തെക്കുറിച്ചും ആ ന്യായവിസ്താര ദിവസത്തെക്കുറിച്ച് ചിന്തയില്ലാതെ മുൻപോട്ട് പോകുന്ന ഭക്തന്മാരെ കുറിച്ചുമാണ് ഓർപ്പിച്ചിട്ടുള്ളത്. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു ന്യായവിധിയുടെ ദിവസമുണ്ടെന്ന ബോധ്യത അവരുടെ ഉള്ളിലുള്ളതുകൊണ്ട് ആ ദിവസത്തെക്കുറിച്ച് അവർ ഭയപ്പെടുന്നില്ല. കാരണം ആ ദിവസത്തെക്കുറിച്ചുള്ള ബോധ്യത അവർക്കുണ്ട് എന്നുള്ളതാണ്. മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ആകയാൽ നാളും നാഴികയും നിങ്ങൾ അറിയായിക കൊണ്ട് ഉണർന്നിരിപ്പി. നമ്മുടെ അരുമനാഥനും വീണ്ടെടുപ്പുകാരനുമായ കർത്താവിൻ്റെ മടങ്ങിവരവിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ തൻ്റെ സഭയെ ചേർക്കുവാൻ വെളിപ്പെടുന്ന ദിവസത്തെക്കുറിച്ച് ഓർപ്പിച്ചിട്ടാണ് പറയുന്നത്. ഏത് സമയത്ത് കാഹളം ധ്വനിച്ചാലും അത് കേൾക്കുവാനും കർത്താവിനെ എതിരേൽപ്പാനും തക്ക തലത്തിൽ നിങ്ങൾ ഒരുക്കമുള്ളവരായി കാത്തിരിക്കേണ്ടതുണ്ട് എന്നോർപ്പിക്കുന്ന വാക്കുകൾ തന്നെയാണ്. ഈ വാക്ക് നമ്മെ ബോധ്യപ്പെടുത്തുന്നത്, ഒന്ന്, ഒരു ന്യായവിസ്താരത്തിൻ്റെ ദിവസമുണ്ടെന്ന് എല്ലാ സന്ദർഭങ്ങളിലും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുവാൻ കഴിയൂ. മറ്റൊന്ന്, ഏത് സമയത്തും കർത്താവിൻ്റെ ആഗമനം സംഭവിക്കപ്പെടാം. കാഹളത്തിൻ്റെ ധ്വനി കേൾക്കുവാൻ കഴിയും. അത് കേൾക്കുവാനും എടുക്കപ്പെടുവാനും വേണ്ടി നാം നമ്മെ തന്നെ സജ്ജരാക്കി കാത്തിരിക്കണം എന്നുമുള്ള ബോധ്യപ്പെടുത്തലാണ്. അതിനായി നമുക്ക് ഒരുങ്ങുന്നവരും കാത്തിരിക്കുന്നവരുമായി തീരാം. അതിന് ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ഞങ്ങളുടെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നവരും കാലങ്ങളും സമയങ്ങളും അറിയുന്നില്ലെങ്കിൽ പോലും
ആ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ട് നിലനിൽക്കുന്നവരാക്കി ഞങ്ങളെ തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദൈവവചനം കേട്ട എല്ലാവരും ദൈവം അനുഗ്രഹിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.